എക്സ്ട്രാ സെൻസിലേക്ക് സ്വാഗതം. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് രോഗശാന്തി. ഇങ്ങനെ അത്ഭുത രോഗശാന്തികൾ സംഭവിക്കാറുണ്ടോ ഇല്ലയോ? പലതിനെയും കുറിച്ച് നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അതൊരു നിരീശ്വരവാദി മാത്രമല്ല, ഒരു വിശ്വാസിയും എല്ലാം ഒന്നും സത്യമായിട്ട് അംഗീകരിക്കുന്നില്ല. ഓരോന്നിനെ കുറിച്ചും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. എങ്കിലും അതിനെക്കുറിച്ചുണ്ടാകുന്ന വിമർശനങ്ങൾക്കെതിരെ പാടെ കണ്ണടച്ചു പോകേണ്ടത് കാര്യമില്ല. അങ്ങ് രോഗശാന്തി ഉണ്ടാകില്ലേ? സമൂഹത്തിലെ പൊതുമാധ്യമങ്ങളിലുള്ള ചില പൊതുവിമർശനങ്ങളിൽ ഒരെണ്ണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അന്ന് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രാർത്ഥിച്ച വേദന മാറും, പ്രാർത്ഥിച്ച കിഡ്നി സ്റ്റോണൊക്കെ അലിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു, അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനത് എക്സ്പ്ലോർ ചെയ്തിരിക്കണം. അച്ഛനിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ പ്രാർത്ഥിച്ചില്ല അത്രേ. അങ്ങനെ പ്രാർത്ഥിച്ചു, ഒരു തേങ്ങയും സംഭവിച്ചില്ല. എനിക്ക് കീ ഹോൾ എന്റെ സിനിമകളിൽ കണ്ടു കഴിഞ്ഞാൽ ഓട്ടയുണ്ട്. ഞാനത് പ്ലാസ്റ്റിക് സർജറി ചെയ്യാനായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയും ഡോക്ടേഴ്സൊക്കെ നമുക്കറിയാം. ഞാൻ അവിടെ വെച്ചേക്കണത് എനിക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടി. എന്തെങ്കിലും ചിലപ്പോൾ ഞാൻ ചെയ്യുമായിരിക്കും, എന്തെങ്കിലും സിനിമയ്ക്ക് ആവശ്യമുണ്ട്, അവിടെ വെച്ചേക്കണ. അത് ഈ കീ ഹോൾ ചെയ്ത് ആ കല്ലെടുത്ത് മാറ്റിയപ്പോൾ അത് പോയി. അപ്പൊ അത് യുക്തിപരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അലിഞ്ഞൊന്നും പോയിട്ടില്ല. സയന്റിഫിക്കലി സൊല്യൂഷൻ. അപ്പൊ അതിന്റെ സൊല്യൂഷൻ നടന്നത് സയന്റിഫിക്കലിയാണ്. പ്രാർത്ഥനയെ കൂടെ ഞാൻ എല്ലാ മതത്തിലും ആൾക്കാരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരാ ഡിങ്കൻ ഉൾപ്പെടെ. അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ആ പ്രായത്തിൽ പലരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ അന്ന് ചിന്തിച്ചത് എന്റെ ആ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ദൈവം പാതി താൻ പാതി എന്ന് പറയുന്നത് ശരിക്കും തന്റെ പാതി മാത്രമേ ഉള്ളൂ. തന്റെ പാതി നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻസ്പിറേഷൻ ദൈവം പാതി പറയുന്നത്. അത് മനസ്സിലാക്കി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒരിക്കലും എന്നെ വേറൊരു ചിന്തകൾ കറക്റ്റ് ചെയ്യാനായിട്ട് എന്താണ് അതിന്റെ ആക്ച്വൽ സൊല്യൂഷൻ? സംഭവം സംഭവിച്ചു, അതിന്റെ സൊല്യൂഷൻ പ്രാർത്ഥിച്ച് യുക്തിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഹാരം എന്താ നോക്കുന്നത്? നമ്മളൊക്കെ വലിയ ആരാധനയോടും ഇഷ്ടത്തോടും കാണുന്ന ഒരു താരത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇതിപ്പോ ഇദ്ദേഹം മാത്രം പറയുന്ന കാര്യമൊന്നുമല്ല, ഒരുപാട് പേര് ഇങ്ങനെ പറയുന്ന കാര്യമാണ്. പിന്നെ എങ്കിലും നമ്മൾ ഇത് ഇങ്ങനെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് എടുത്ത് കാണിച്ച് അതിനെക്കുറിച്ച് അതിൻ്റെ പേരിൽ മറുപടി ഒരു മറുഭാഗം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് അവരുടെ വാക്കുകൾക്കൊരു വലിയ സ്വീകാര്യതയുണ്ട്. യുവജനങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതൊക്കെ അവരുടെ വാക്കുകളാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന അതിലെ നായകന്റെ സ്വരത്തിലാണ്. അപ്പൊ ഒരു നായകന്റെ സ്വരത്തിൽ കേൾക്കുമ്പോൾ, ഒരു നായകന്റെ മുഖത്തിൽ നിന്ന് കാണുമ്പോൾ അതിന് പുതിയൊരു തലമുറയെ തൊടാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അതിന്റെ മറുഭാഗം അന്വേഷിക്കേണ്ടതുമുണ്ട്. കുറച്ചു പേരെങ്കിലും അതിൻ്റെ ഒരു മറുഭാഗത്തെ കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ ചിന്തിക്കട്ടെ. അതാണ് ഇത്ര കൃത്യമായിട്ട് ഒരാളെ സെലക്ട് ചെയ്തതിന്റെ പിന്നിൽ, മറ്റൊന്നുമില്ല. ഇനി വിഷയത്തിലേക്ക് വരാം. ഇതാണ് വിഷയം. അദ്ദേഹത്തിനൊരു വലിയ വേദന ഉണ്ടായിരുന്നു. പലരും പറഞ്ഞു പ്രാർത്ഥിച്ചാൽ രോഗശാന്തി കിട്ടുമെന്ന്. പ്രാർത്ഥിച്ചു, ഒരു തേങ്ങയും സംഭവിച്ചില്ല. അതിലൂടെ മനസ്സിലായി ഇതൊക്കെ പൊള്ളത്തരങ്ങളാണ്. ഓപ്പറേഷനിലൂടെ, കീഹോൾ സർജറിയിലൂടെ അത് എടുത്തു മാറ്റി സുഖപ്പെട്ടു. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, ഈ പറയുന്ന രോഗശാന്തികളെല്ലാം ചുമ്മാ കള്ളത്തരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, എല്ലാം ഒന്നും വിശ്വസിക്കുന്നില്ല, എല്ലാം ഒന്നും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, ഒരാളുടെ സ്വന്തം അനുഭവത്തിലൂടെ ഒരു സത്യം രൂപപ്പെടുത്തുകയാണ്. എനിക്ക് ഒരു രോഗമുണ്ടായിരുന്നു, അത് മാറിയില്ല, സോ ദാറ്റ് അത് മാറില്ല, അങ്ങനെ ഒരെണ്ണമില്ല. അങ്ങനെ ഒരാളുടെ അനുഭവത്തിലൂടെയാണ് ഒരു ജനറൽ ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും വേറൊരാൾ എവിടെങ്കിലും പറയുകയാണ്, എനിക്കൊരു രോഗമുണ്ടായിരുന്നു, ഡോക്ടറിന് സുഖപ്പെടുത്താൻ പറ്റിയില്ല, പ്രാർത്ഥിച്ചു ഞാൻ, എനിക്ക് സുഖപ്പെട്ടു.
എന്ന് പറയുമ്പോൾ അതും നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ഒരാൾ സുഖപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് എത്രയോ പേര് ഇഷ്ടപ്പെട്ടു. ഇത് പറയുന്നത് സത്യമാണ്. അപ്പൊ മറുഭാഗത്ത് ഒരാൾ സുഖപ്പെട്ടു എന്ന് പറയുന്നതിനെയും കാര്യമായിട്ട് പരിഗണിക്കും. അപ്പൊ പ്രശ്നം അങ്ങൊരു സംഭവം ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഇദ്ദേഹത്തോടൊപ്പം ചേർന്ന്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ഇനി ശരിക്കും നിരീശ്വരവാദപരമായി സംസാരിക്കുന്നവരോടൊപ്പം ചേർന്ന് അസംഖ്യം രോഗശാന്തികളെയൊക്കെ എങ്ങനെ തള്ളിക്കളയാം. ധ്യാന കേന്ദ്രങ്ങളിൽ കാണുന്നത് കേൾക്കുന്നത് എല്ലാം സത്യമല്ലായിരിക്കാം. കുറച്ചു പേരൊക്കെ അവരുടെ തോന്നലുകളെ അവർക്ക് സുഖപ്പെട്ടു എന്ന് തോന്നി തൽക്കാലം വിളിച്ചു പറയുന്നു, വീണ്ടും അസുഖം വരുന്നു. വളരെ ചുരുക്കം ചിലരൊക്കെ ഇല്ലാത്തതൊക്കെ നാടകീയമായി ഉണ്ടാക്കി പറയും. അതിലും ഉണ്ടാകും ഒരു സത്യം. പക്ഷെ എവിടെയോ ചിലരൊക്കെ ചില യാഥാർത്ഥ്യങ്ങളും പറയുന്നു. നമ്മളെല്ലാവരും ഒന്നും അനലൈസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി നമുക്കൊരു വാദത്തിന് ഇതെല്ലാം തള്ളിക്കളയാം. കാരണം എന്താണെന്നറിയാവോ? ആൾക്കാർ ഇങ്ങനെ പറയുന്നു, ധ്യാന കേന്ദ്രങ്ങൾ ഇങ്ങനെ അനുഭവ സാക്ഷ്യം പറയുന്നു എന്നല്ലാതെ ഔദ്യോഗിക സഭ അല്ലെങ്കിൽ സഭ ഔദ്യോഗികമായി പ്രൊക്ലെയിം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അവിടെ ഇവിടെയും കേൾക്കുന്ന അത്ഭുതങ്ങളൊന്നും ഈ നിരീശ്വരവാദികൾ മാത്രമല്ല, സഭയും എല്ലാം അംഗീകരിക്കുന്നില്ല. സഭ അംഗീകരിക്കണമെങ്കിൽ അതിന് ശാസ്ത്രീയമായ തെളിവ് വേണം. ശാസ്ത്രീയമായ തെളിവെന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന് കഴിയാത്തതാണ്, വൈദ്യശാസ്ത്രത്തിന് സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇവിടെ സുഖപ്പെട്ടിരിക്കുന്നത് എന്ന് ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്ന കാര്യം മാത്രമാണ് സഭ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് സഭയിൽ ഒരുപക്ഷെ വിശ്വാസികളുടെ പോലും ശ്രദ്ധയപ്പെടാത്ത അത്തരം ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കത്തോലിക്ക സഭയിൽ ആയിരക്കണക്കിന് വിശുദ്ധരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് നോക്കുന്നവർക്കും ഇനി വിശ്വാസികളുടെ കൂട്ടത്തിലും ഇതിനെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കാത്തവർക്കും എല്ലാം നോക്കുമ്പോൾ ഒരു സുപ്രഭാതത്തില് റോമിൽ നിന്ന് പോപ്പ് അനൗൺസ് ചെയ്തു, പണ്ട് മരിച്ചുപോയ ഒരു വൈദികൻ 40 വർഷങ്ങൾക്ക് ശേഷം അനൗൺസ് ചെയ്യുന്നു അദ്ദേഹം ഒരു വിശുദ്ധനാണ്. പെട്ടെന്ന് ആൾക്കാർ അദ്ദേഹത്തിനടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങും. അങ്ങനല്ല, ഒരു വിശുദ്ധനെ, ഒരു മനുഷ്യനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് പിന്നില് സഭയ്ക്ക് പല മാനദണ്ഡങ്ങളുണ്ട്. ആദ്യം ഈ പുരോഹിതൻ അല്ലെങ്കിൽ ആ സന്യാസി മരിച്ചടക്കം ചെയ്യപ്പെട്ട ശവകുടീരത്തിന് ചുറ്റും ആൾക്കാർ അവർക്ക് കിട്ടിയ ഒരു പ്രേരണ അനുസരിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങും. എന്നിട്ട് ഈ മനുഷ്യനെ കുറിച്ച് പല കഥകളും കേൾക്കുന്നു. പലരും രോഗശാന്തികളെ കുറിച്ച്, പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ പല കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പോ ഔദ്യോഗിക സഭ ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. മറിച്ച് ഇത് ജനങ്ങളുടെ മാത്രം വിഷയമായിട്ട് മുമ്പോട്ട് പോകുന്നു പ്രാർത്ഥനകൾ. എന്നാൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതിനായിട്ട് ആദ്യത്തെ ഒരു പടി ദൈവദാസൻ, സെർവന്റ് ഓഫ് ഗോഡ് ആയിട്ട് പ്രഖ്യാപിക്കും. വീണ്ടും ജനങ്ങളുടെ പ്രാർത്ഥനകളും അവർ പറയുന്ന അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പിന്നീട് രണ്ടാം ഘട്ടം വെനറബിൾ ആയിട്ട് പ്രഖ്യാപിക്കും. അതായത് ധന്യൻ. ഇനി 2 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ആ 2 ഘട്ടങ്ങളിൽ ഇതുവരെ പറഞ്ഞ 2 ശേഷമുള്ള 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കണം, ബ്ലസ്സഡ്. പക്ഷെ അതിനൊരു കൃത്യമായ മാനദണ്ഡം സഭ സൂക്ഷിക്കും. ഇദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞപ്പെട്ടിട്ടുള്ള അത്ഭുതങ്ങളിൽ ഡോക്ടർ സർട്ടിഫൈ ചെയ്ത ഒരു അത്ഭുതമെങ്കിലും ഉണ്ടോ? ശാസ്ത്രീയമായി വൈദ്യശാസ്ത്രപരമായി സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് മിറക്കിൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മെഡിക്കലി റിപ്പോർട്ടഡ് ആകുമ്പോൾ മാത്രമാണ് ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം പിന്നീട് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്, കാനനൈസേഷൻ നടക്കുന്നത് മറ്റൊരു മിറക്കിൾ കൂടെ സംഭവിക്കണം. അതും മെഡിക്കലി പ്രൂവൺ ആയിട്ടുള്ള, എങ്ങനെ ഇറ്റ് ഈസ് മെഡിക്കലി ഇമ്പോസിബിൾ എന്ന് പ്രൂവൺ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ ഒരാൾ വിശുദ്ധനാകുന്നതിന്റെ പിന്നിൽ മിനിമം 2 അത്ഭുതങ്ങൾ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ആയിരക്കണക്കിന് വിശുദ്ധരുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ കാനനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ
ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കേൾക്കുന്നതും ഒക്കെ കുറെയൊക്കെ നമ്മൾ തള്ളിക്കളയാം. പക്ഷെ ഇങ്ങനെ മെഡിക്കലി പ്രൂവൺ ആയിട്ടുള്ള മിറക്കിളുമുണ്ട്. ഇതെല്ലാം ഒറ്റയടിക്ക് പാടെ തള്ളിക്കളയണമെങ്കിൽ അതൊരു ഇറാഷണൽ ഡൗട്ട് ആയിരിക്കാം, ഒരു സംശയ രോഗം പോലെ എത്തി നിൽക്കുന്നു. അല്ല എങ്കിൽ നമുക്ക് ഉറപ്പുണ്ടാകണം ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. വെറുതെ നമ്മൾ കണ്ടെത്തിയ ഒരു കൺക്ലൂഷനിൽ അപ്പുറത്തേക്ക് ചിന്തിക്കാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് ഒരു അന്വേഷണം നടക്കട്ടെ. സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്കിനി അത്തരത്തിലുള്ള 2-3 കാര്യങ്ങളൊന്ന് കാണാം. ഇതിൽ നമ്മൾ ഒന്നാമത്തതായിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുള്ള ജോൺ പോൾ സെക്കൻഡ് പോപ്പ്, അദ്ദേഹത്തിന്റെ ബെയാറ്റിഫിക്കേഷനും കാനനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട മിറക്കിൾസ് ആണ്. അതിലൊന്ന് മെയ് 1, 2011 ഒരു സിസ്റ്റർ മരിയ സൈമൺ പിയറെ നോർമൺ എന്ന ഒരു ഫ്രഞ്ചിനാണ് ഒരു കന്യാസ്ത്രീയുടെ ജീവിതത്തിലെ പാർക്കിൻസൺസ് രോഗം ഭേദമായതാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: പോപ്പ് ജോൺ പോൾ സെക്കൻഡിന്റെ മരണശേഷം ഈ സിസ്റ്റർ പെട്ടെന്ന് തന്നെ ഒരു കംപ്ലീറ്റ് റിക്കവറി, ഡോക്ടർമാർ സുഖപ്പെടില്ല എന്ന് പ്രൂവ് ചെയ്ത മെഡിക്കൽ സയൻസിന് സുഖപ്പെടുത്താനാവാത്ത വിധം രോഗാതുരമായി പോയ പാർക്കിൻസൺസ് രോഗത്തിൽ നിന്ന് ഒരു സിസ്റ്റർ സുഖപ്പെട്ട കാര്യം ഒരു അന്വേഷണം നടക്കട്ടെ. ഈ അത്ഭുതമാണ്. ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ചും രോഗശാന്തികളെ കുറിച്ചും കേട്ടിട്ടുണ്ടെങ്കിലും മെഡിക്കലി പ്രൂവൺ ആയിട്ടുള്ള, അതായത് ശാസ്ത്രീയമായി വിശദീകരിക്കാനാവാത്ത, അതിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിളായി കണ്ടെടുക്കപ്പെട്ടത് ഈ അത്ഭുതമാണ്. അതാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കാൻ കാരണമായ ഒരു മിറക്കിൾ. ഇനി അദ്ദേഹത്തിന്റെ കാനനൈസേഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു അത്ഭുതം സംഭവിച്ചതായിട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എ കോസ്റ്റാറിക്കൻ വുമൺ, അതായത് മധ്യ അമേരിക്കയിലെ ഒരു രാജ്യമായ കോസ്റ്റാറിക്കയിലെ ഒരു സ്ത്രീക്ക് ഉണ്ടായ സൗഖ്യത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഷി ഹാഡ് എ ബ്രെയിൻ അനൂറിസം, തലച്ചോറിൽ ബാധിക്കുന്ന ഗുരുതരമായ ഒരു രോഗം. അത് വൈദ്യശാസ്ത്രം സുഖപ്പെടില്ല, അപകടകരമാണ്, മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സ്ത്രീ സുഖകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു വന്നത്. മെയ് 2011 നടന്ന ഈ അത്ഭുതമാണ് പോപ്പ് ജോൺ പോളിന്റെ കാനനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നമുക്ക് ചിന്തിക്കാവുന്ന മറ്റൊന്ന് നമുക്ക് വളരെ പരിചയമുള്ള മദർ തെരേസയാണ്. മദർ തെരേസയുടെ കാനനൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് വായിക്കാൻ കിട്ടുന്ന ഇങ്ങനെയാണ്: സെപ്റ്റംബർ 4, 2016 അപ്രൂവ്ഡ് മിറക്കിൾ ഹീലിംഗ് ഓഫ് മാർസിലിയോ ഹദാദ് ആൻഡ്രിനോ, എ ബ്രസീലിയൻ മാൻ. നമ്മൾ വായിക്കുന്നത് ഹി സഫേർഡ് ഫ്രം മൾട്ടിപ്പിൾ ബ്രെയിൻ ആബ്സസസ് ആൻഡ് ഹൈഡ്രോസെഫലസ് which were causing life-threatening pressure on his brain. His condition was deemed terminal. Date of healing December 2008. ഈ ഡിസംബർ 2008 നടന്ന ഈ അത്ഭുതവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാനനൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇനി വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ എടുക്കാം. നമ്മുടെ കേരളത്തിൽ നടന്ന സിസ്റ്റർ അൽഫോൻസയുടെ കൃത്യമായിട്ട് നമ്മൾ യൂട്യൂബിലൂടെ കടന്നുപോയാൽ അവിടെ പേര് സഹിതം പറഞ്ഞിട്ടുണ്ട്. കാൽപാദങ്ങൾ വളഞ്ഞുപോയ 1-2 കുട്ടികൾക്ക് ഉണ്ടായ അത്ഭുതകരമായ രോഗശാന്തി. ഇതൊക്കെ പറയുന്നത് മെഡിക്കലി പ്രൂവൺ അല്ലാത്ത, സയന്റിഫിക്കലി പ്രൂവൺ അല്ലാത്ത, സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ചില മിറക്കിളുകൾ നടന്നിട്ടുള്ളതാണ്. ഇതൊക്കെ പറയുന്നതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതിനെ എതിർക്കാൻ, ഇതൊന്നും ഇല്ല എന്ന് പറയുന്നവർക്ക് ഇതുകൊണ്ട് വിശ്വാസമാകണമെന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ ഇതെത്ര കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ലോകത്ത് ശാസ്ത്രത്തിന് വെളിപ്പെടുത്താൻ പറ്റാത്ത അല്ലെങ്കിൽ വിശദീകരിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം. ഇനി നമുക്ക് അതിനെക്കുറിച്ചുള്ള മറ്റു വിചാരങ്ങളിലേക്ക് കടക്കാം. മാത്രമല്ല, ഞാൻ 2-3 പേരുടെ പേര് പറഞ്ഞു. ഇനി അസംഖ്യം വിശുദ്ധരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം.
അതിനെക്കുറിച്ച് പഠിക്കാം. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള കുറച്ച് വിചാരങ്ങളിലേക്ക് നമുക്ക് തുടർന്ന് വരികയും ചെയ്യാം. ഇനി അത്ഭുതങ്ങളെ കുറിച്ച് നമുക്കൊന്ന് മറ്റൊരു തരത്തിലൊന്ന് ചിന്തിക്കാം. എന്തിനാണ് ഒരു രോഗശാന്തി നടന്നു, ഡോക്ടർമാർക്ക് സുഖപ്പെടുത്താൻ പറ്റിയില്ല, മരുന്നില്ലാത്ത രോഗമായിരുന്നു, പക്ഷെ അത് സുഖപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനൊരു അത്ഭുതം സംഭവിക്കില്ല എന്ന് കരുതി ഞെട്ടാൻ എന്തിരിക്കുന്നു? കാരണം നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഒരു വലിയ അത്ഭുതത്തിലല്ലേ. ഒരു കൈക്കുമ്പിളിൽ മറഞ്ഞിരുന്ന ഒരു കടുകുമണി അങ്ങ് ആകാശം മുട്ടൊരു മരമായി മാറിയിട്ട് നമുക്കെന്താണ് അത്ഭുതം തോന്നാത്തത്? ഒരു കൊച്ചു മുട്ടയ്ക്കകത്ത് മറഞ്ഞിരുന്ന ഒരു ജീവൻ അത് ആകാശത്തൂടെ പക്ഷിയായിട്ട് പറന്നു പോകുന്നു. ഇതിനേക്കാൾ വലിയ അത്ഭുതമാണോ ഒരു ക്യാൻസർ സുഖപ്പെട്ടെന്ന് പറയുന്നത്? ഒരു പുഴു, മണ്ണിലൂടെ ഇഴഞ്ഞുകൊണ്ടിരുന്ന ഒരു പുഴു ചിത്രശലഭമായി പൂക്കൾക്ക് മീതെ പറക്കുന്നു. ഈ അത്ഭുതങ്ങൾക്ക് ചുറ്റുമുള്ളൊരു ലോകത്ത് ജീവിക്കുന്ന നമ്മള് ഒരു രോഗി സുഖപ്പെട്ടെന്ന് പറയുമ്പോൾ ഞെട്ടുന്നത് എന്തിന്? ബൈബിളിലേക്ക് നോക്കിയാൽ ഇങ്ങനെയും ഉണ്ട് അത്ഭുതങ്ങൾ. യേശു ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തിയത് മാത്രമല്ല, ക്രിസ്തു കണ്ട ചില അത്ഭുതങ്ങളുണ്ട്. ആകാശത്തിലെ പക്ഷികളെ നോക്കൂ. ആകാശത്തൂടെ ഒരു പക്ഷി പറന്നുപോയത് അവൻ അത്ഭുതമാണ്. ഒരു തുട്ടിലെ 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? അതിൽ ഒന്നുപോലും നിലത്ത് വീഴാതെ ദൈവം കാത്തു സൂക്ഷിക്കുന്നു. ഒരു പറന്നു പോകുന്ന കുരുവി അത്ഭുതമാണ്. വയലിലെ പൂക്കളെ നോക്കൂ. സോളമൻ രാജാവ് പോലും ഇത്ര മനോഹരമായി അലങ്കൃതനായിട്ടില്ല. ബൈബിൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് കൂടെ നമുക്ക് തരുന്നുണ്ട്. ഈ ചുറ്റും കാണുന്നതൊക്കെ അത്ഭുതമാണ്. ഈ അത്ഭുതങ്ങളുടെ മഹാപ്രപഞ്ചത്തിലാണ്. നമ്മൾ പറയുന്നു ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു. ഏത് അച്ചുതണ്ടിൽ? നമുക്കറിയാം, ഭൂമി എവിടെയോ ഒരു സ്പേസിൽ ഇങ്ങനെ നിൽക്കുന്നു, ആരോ താങ്ങി നിർത്തിയതുപോലെ. അതിന് പിന്നീട് നമ്മൾ കണ്ടുപിടിച്ചു ഗ്രാവിറ്റി എന്നൊക്കെ. പക്ഷെ നമ്മുടെ ഒരു അത്ഭുതത്തിന്റെ പ്രപഞ്ചത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ഈ അത്ഭുതങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് സമ്മതിക്കുന്നു? ഈ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ എന്തുകൊണ്ട് നിരാകരിക്കുന്നു? ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ വിത്ത് മരമായതും പുഴു ശലഭമായതിന്റെയൊക്കെ പ്രൊസീജിയർ അതിന്റെ പുറകെ നടന്ന് മെനക്കെട്ട് പഠിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ പ്രൊസീജിയർ നമുക്കറിയാം. ഒരു വിത്ത് അതിന്റെ പുറന്തോട് പൊട്ടിയെന്നും മണ്ണിലേക്ക് അതിന്റെ വേര് കിളിർത്തെന്നും ആ വേരിലൂടെ ജലാംശവും വളവും പിടിച്ചെടുത്തെന്നും അതൊരു ചെടിയായി വളർന്നെന്നും പ്രകാശ സംശ്ലേഷണം ഉണ്ടായെന്നൊക്കെ. അതുകൊണ്ട് ഈ പ്രൊസീജിയർ നമ്മൾ കണ്ടുപിടിച്ചു. മറ്റു രോഗശാന്തികളുടെ പ്രൊസീജിയർ നമുക്കറിയില്ല. ഇതേ ഉള്ളു വ്യത്യാസം. രണ്ടും അത്ഭുതമാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു വിത്ത് മരമായത് അത്ഭുതമല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ആര് പറയും? ആർക്കത് പറയാൻ കഴിയും? ഒരുപാട് മരങ്ങൾ കിളിർത്തതും ഒരുപാട് പുഴുക്കൾ ശലഭമായതും അതുപോലുള്ള അത്ഭുതങ്ങൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ ചില പ്രിൻസിപ്പിൾ ഉണ്ടാക്കി. അതിന്റെ അർത്ഥം നമ്മൾ എഴുതി കൊടുത്ത പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഇത് ഉണ്ടായതെന്നല്ല. ഇതൊക്കെ സംഭവിച്ചതനുസരിച്ചുള്ള പ്രിൻസിപ്പിൾ നമ്മൾ എഴുതിയെടുത്തതാണ്. ഇതുപോലൊരു പ്രിൻസിപ്പിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരു രോഗി അത്ഭുതകരമായി സുഖപ്പെട്ടിരിക്കുന്നു. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ദിനംതോറും കാണുന്ന അത്ഭുതങ്ങളിൽ നിന്നും ഈ റെയർ സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസുമായിട്ടുള്ള ഒരേ ഒരു വ്യത്യാസം, നമുക്കതിന്റെ സ്റ്റെപ്പ് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. അവിടാണ് വിശ്വാസം. ഒരു സമരിയാക്കാരി സ്ത്രീ യേശുവുമായിട്ട് സംസാരിക്കുന്നു. ഈശോ പറഞ്ഞു, ഞാൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ നിനക്ക് ഞാൻ ജീവന്റെ ജലം തരുമായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, അതിന് നിന്റെ കയ്യിൽ വെള്ളം കോരാൻ തൊട്ടിയുമില്ല, കയറുമില്ല, പിന്നെങ്ങനെ ജീവന്റെ ജലം കോരിത്തരും? തൊട്ടിയും കയറും ദൈവത്തിന് എന്തിന് എന്ന് ചോദിക്കുന്ന ഒരു ബൈബിൾ ഭാഗമാണിത്. ഒരു മീഡിയം ഇല്ലാതെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്ന അത്ഭുതങ്ങളില്ല എന്നുള്ളതിന്റെ പേരിലാണെങ്കിൽ അത്ഭുതങ്ങളിലേക്കൊന്ന് കണ്ണു തുറക്കൂ. നമുക്കതിന്റെ പ്രൊസീജിയർ അറിയില്ല. സയന്റിഫിക്കലി എക്സ്പ്ലെയിൻഡ് അല്ല, അത്രേ ഉള്ളൂ. ഇനി സയന്റിഫിക്കലി എക്സ്പ്ലെയിൻഡ് അല്ലാത്തതെല്ലാം നമ്മൾ പരിഹസിക്കും എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. അത്രയ്ക്കങ്ങ് സയന്റിഫിക്കലി
നമുക്ക് കുറെ കണ്ടുപിടുത്തങ്ങളും കുറെ ഹൈപ്പോത്തീസിസുകളും ഉണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ എല്ലാം അങ്ങ് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാലക്സികൾ അങ്ങ് വിദൂരത്തേക്ക് അകന്നകന്ന് കോടാനുകോടി പ്രകാശ വർഷങ്ങളുടെ വേഗതയിൽ അകന്നു പോകുന്നു. ഇതിൽ നിന്നെത്തിയ ഒരു അനുമാനം എന്താണ്? പണ്ടിത് വളരെ ചെറുതായി ചുരുങ്ങി ചുരുങ്ങി അതിന്റെ ഏറ്റവും ചെറിയ അവസ്ഥയിൽ നിന്ന് ഒരു മഹാവിസ്ഫോടനം. ഇത് പ്രപഞ്ചത്തിന്റെ ആരംഭമല്ല, നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു ആരംഭമാണ്. ശാസ്ത്രീയ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കുറച്ചൊക്കെ ഊഹാപോഹങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു നിരീക്ഷണം. ഇറ്റ്സ് നോട്ട് എ ഡിസ്കവറി, എ ബിഗ് ബാങ് തിയറി. അവിടെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അത് ആരംഭമല്ല, നമുക്ക് കണ്ടെത്താൻ അവിടെ വരുത്തി. ഇനി അതിനും അപ്പുറത്തേക്ക് അനന്തമായി നമുക്കറിയാൻ പറ്റാത്ത ഊഹാപോഹങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കാവുന്ന, നാളെ ഇനിയും കണ്ടുപിടിക്കാൻ പറ്റിയേക്കുമെന്ന് പറയുന്ന പ്രതീക്ഷയുടെ വിശ്വാസത്തിന്റെ നിമിഷങ്ങളാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അത്രയ്ക്കങ്ങ് സയന്റിഫിക്കലി എക്സ്പ്ലെയിൻഡ് ആയ ഒരു പ്രപഞ്ചത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് സയന്റിഫിക്കലി സഫിഷ്യന്റ്ലി എക്സ്പ്ലെയിൻഡ് അല്ല എന്നൊരു കാര്യം കൊണ്ട് മാത്രം ഒന്നിനെയും നമ്മൾ തള്ളിക്കളയണ്ട. എന്താണ് വിശ്വാസം? ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം പരമാവധി ചിന്തിക്കുന്നു ബുദ്ധിപൂർവം. എന്നിട്ടും ഈ ബുദ്ധിക്ക് പിടികിട്ടാത്ത പലതും അയാളുടെ കൺമുമ്പിൽ കാണുന്നു. അപ്പോൾ ആ കാഴ്ചകൾക്ക് മുമ്പിൽ ബുദ്ധി ശിരസ് നമിക്കുന്നതാണ് വിശ്വാസം. ബുദ്ധി ശിരസ് നമിക്കാത്തതാണ് വിരാമം. ഒരു ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും അവസാനിക്കും. എന്നാൽ എന്റെ ബുദ്ധിക്കും മനസ്സിലാക്കാവുന്നതിനപ്പുറത്ത് ചില കാര്യങ്ങൾ, ചില നല്ല കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ ബുദ്ധിയുടെ ശിരസ് നമിക്കും. അതിന് വിശ്വാസം എന്ന് പറയും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത്ഭുതങ്ങളുടെ മഹാപ്രപഞ്ചത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഇതിനുമപ്പുറം നിരീശ്വരവാദികളുടെ വളരെ യുക്തിസഹജമായ ചില ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അത്ഭുത രോഗശാന്തികൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാ രോഗികളും അങ്ങനെ സുഖപ്പെടുന്നില്ല? അതിൽ തന്നെ പോപ്പ് ഫ്രാൻസിസ് എത്ര കാലം രോഗാതുരമായിരുന്നു, സഭയുടെ അധ്യക്ഷൻ. അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. മാർസി, കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് പോപ്പ് മരിച്ച സ്വർഗത്തിൽ പോകുമോ, വിശുദ്ധനാകുമോ? അങ്ങനെയെങ്കിൽ പോപ്പിനെ ചികിത്സിക്കുന്നത് അദ്ദേഹത്തിനോട് ചെയ്യുന്ന വലിയ തെറ്റല്ലേ? പിന്നെ പോപ്പിന് എങ്ങനെയാണ് ചികിത്സ, രോഗം വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ചോദ്യമുണ്ട്. അപ്പോൾ ഈ യേശുവിൻ്റെ ശിഷ്യന്മാർക്കെല്ലാം ഈ രോഗങ്ങൾ നുള്ളിയെടുക്കാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പോപ്പെന്നൊക്കെ പറയുന്നത് എൻ്റെ ഏറ്റവും എന്താണ് പറയുന്നത്, എൻ്റെ ഹയർ ഗ്രേഡ് അല്ലേ? ഈ ചുമ്മാതെ കുറേ കപടനയങ്ങളാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വലിയൊരു അനാലിസിസിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പല രോഗികളും അത്ഭുതകരമായി സുഖപ്പെട്ടു എന്നതിന്റെ അർത്ഥം സഭ മനസ്സിലാക്കുന്നത് വിശ്വാസികൾ അത്ഭുതകരമായി മാത്രമേ സുഖപ്പെടാവൂ എന്നല്ല. ഒരാൾ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച് ഭേദപ്പെട്ടാൽ അത് ദൈവത്തിൽ നിന്ന് വിഭിന്നമാണ് എന്നൊരു കാഴ്ചപ്പാട് സഭയ്ക്കോ സമൂഹത്തിനോ ഇല്ല. സഭയ്ക്കും സമൂഹത്തിനും ഇല്ലെന്ന് മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥവും ഒരിക്കലും പറയുന്നില്ല ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് അത്ഭുതങ്ങൾ മാത്രം സംഭവിക്കാനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. അത് നിരീശ്വരവാദികൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വിശ്വാസികളാണെങ്കിൽ ആശുപത്രിയിൽ പോകരുത്, പ്രാർത്ഥിച്ച് തന്നെ സുഖപ്പെടണമെന്ന്. വിശ്വാസികൾ എങ്ങനെയാണ് സൗഖ്യം നേടേണ്ടതെന്ന് ആ വിശ്വാസി വിശ്വസിക്കുന്ന മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കേണ്ടത്. ഇതിനെ പുറത്തു നിന്ന് പരിഹസിക്കാനും വിമർശിക്കാനും അവർ ഇട്ടുതരുന്ന ചിന്തകളുടെ പശ്ചാത്തലത്തിലല്ല. അതുകൊണ്ട് ഈ രോഗശാന്തിയെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ അത്ഭുതങ്ങൾക്കും അപ്പുറം ബൈബിൾ എന്താണ് പറയുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. പ്രഭാഷകന്റെ പുസ്തകം 38 അധ്യായം പഴയ നിയമത്തിലെയാണ്. അത് പറയുന്നതിന് മുമ്പ് പുതിയ നിയമത്തിലൊരു കാര്യം പറഞ്ഞു തുടങ്ങാം.
യേശുക്രിസ്തുവിന്റെ സുവിശേഷം എഴുതിയ ലൂക്ക ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടറാണ് യേശുക്രിസ്തുവിന്റെ രോഗശാന്തികളെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിലെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. പ്രഭാഷകൻ 38-ാം അധ്യായം, അവിടെ എഴുതിയിരിക്കുന്ന വൈദ്യനെ രോഗശാന്തിയും. വൈദ്യനെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട്, കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. ഒരു വൈദ്യനോട്, ഒരു ഡോക്ടറോട് കാണേണ്ട വിശ്വാസിയുടെ മനോഭാവത്തെ കുറിച്ചാണ്. പിന്നെ തുടർന്ന് വായിക്കുന്നു, കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു, ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. ബുദ്ധിയുള്ള വിശ്വാസിക്ക് ബുദ്ധി ഉണ്ടാകണം. അത് വിശ്വാസികൾക്കറിയാം. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. വീണ്ടും 8-ാം വാക്യത്തിൽ പറയുന്നു, ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു, അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. പിന്നെ 9-ാം വാക്യം പറയുന്നു, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം, അതായത് വൈദ്യശാസ്ത്രത്തെക്കുറിച്ച്, വൈദ്യനെ ബഹുമാനിക്കുന്നതിനെ കുറിച്ച്, മരുന്നുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇതെല്ലാം പറഞ്ഞിട്ട് പറയുന്നു, മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ മുമ്പിൽ 2 വഴികളുമുണ്ട്. ഉദാസീനനാകാതെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയിലൂടെയുള്ള രോഗസൗഖ്യവും ഉണ്ട്. എന്നാൽ വൈദ്യശാസ്ത്രത്തിന്റെ പിന്തുണയോടുകൂടെ രോഗസൗഖ്യമുണ്ട്. ഇത് ബൈബിൾ നിഷേധിച്ചിട്ടില്ല. ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യരാണ് ഈ വിശ്വാസികൾ. പാദ്രേപ്പിയോ എന്ന് കേട്ടില്ലേ? വിശുദ്ധ പാദ്രേപ്പിയോ പഞ്ചക്ഷതങ്ങളുള്ള ഒരു വിശുദ്ധനാണ്. ഇറ്റലിയിലെ പിയട്രൽചീനയിൽ ജനിച്ചത്. അദ്ദേഹത്തെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അദ്ദേഹത്തെ കാണാൻ പറ്റും. അത്രമാത്രം നമ്മുടെ ഈ കാലഘട്ടവുമായിട്ട് അടുത്ത വിശുദ്ധനാണ്. ഇദ്ദേഹം പ്രാർത്ഥിച്ച് ഒരുപാട് പേർക്ക് രോഗശാന്തി ലഭിച്ച കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിൽ ഒരു ആശുപത്രിയും പണി കഴിപ്പിച്ചു. ഇതൊക്കെ നമ്മളോട് പറയുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. ഒരു വിശ്വാസി ദൈവം സുഖപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് ഒരു ആശുപത്രിയിൽ പോകുന്നത് ദൈവത്തിൽ നിന്നും വേർപെട്ടുള്ള ഒരു യാത്രയായിട്ട് കാണുന്നില്ല. അതിനെ അങ്ങനെ വരുത്തി തീർക്കാൻ ചിലർ ആഗ്രഹിക്കുന്നുണ്ടാകും. ഒരു കഥ കേട്ടിട്ടില്ലേ? ഒരു ജലപ്രളയം ഉണ്ടായപ്പോ വീടിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലിരുന്ന് ഒരാൾ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ രക്ഷിക്കണേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം വള്ളത്തിൽ ഒരാൾ തുഴഞ്ഞു വന്നിട്ട് പറഞ്ഞു, വാ കേറിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇയാൾ അവിടെ നിന്ന് പറഞ്ഞു, വേണ്ട, എന്നെ എന്റെ ദൈവം രക്ഷിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വള്ളക്കാരൻ നിർബന്ധിച്ച് വിളിച്ചിട്ട് കയറിയില്ല. അയാൾ ആ വള്ളം തുഴഞ്ഞു പോയപ്പോ പിന്നെ ആരും വരാനില്ലാതെ അവിടെ പ്രാർത്ഥിച്ചിരുന്ന് ആ വിശ്വാസി ചത്തുപോകും. ഇങ്ങനെ പെരപ്പുറത്തിരുന്ന് പ്രാർത്ഥിച്ച് ചത്തുപോകുന്ന വിശ്വാസികളോട് നിരീശ്വരവാദികൾക്ക് വല്ലാത്തൊരു പ്രേമമാണ്. കാരണം ഇതാണ് ഒരു സ്കോപ്പ്. വിശ്വാസിക്ക് ബുദ്ധി പോരാന്ന് പറയാൻ. പക്ഷേ വിശ്വാസി നല്ല ബുദ്ധിയുള്ള ആളാണ്. ബുദ്ധി ദൈവത്തിന്റെ ദാനമാണെന്ന് വിശ്വാസിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ വൈദ്യശാസ്ത്രവും ഡോക്ടറും ആശുപത്രിയും കണ്ടുപിടുത്തങ്ങളും എല്ലാം വിശ്വാസിയുടെ തന്നെയാണ്. അതാരും വിശ്വാസിയുടെ കയ്യിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ചോദ്യം ചെയ്യാൻ വരണ്ട. അതുകൊണ്ടാണ് രോഗശാന്തി അത്ഭുതകരമായി നടക്കുന്നെങ്കിലും എല്ലാവരും എന്തുകൊണ്ട് സുഖപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ അതാണ് അതിന്റെ ഉത്തരം. ഇത് രണ്ടും വിശ്വാസിക്കുള്ളതാണ്. ഇനി ആ കൂട്ടത്തിൽ പോപ്പിനെയാണ് പിടിച്ചിരിക്കുന്നത്. പോപ്പിന് രോഗം വരരുതല്ലോ. കാരണം പോപ്പ് വിശ്വാസികളുടെ ഏറ്റവും വലിയ ആളാണല്ലോ. അതുകൊണ്ട് പോപ്പിന് രോഗം വന്നത് പ്രശ്നമായി പോയി. എന്താണ് പോപ്പിന് രോഗം വന്നാൽ? സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞത് ഒരാളുടെ രോഗവും സൗഖ്യവും ആയിട്ട് മാത്രം ബന്ധപ്പെട്ട കഥയല്ല. അതിനേക്കാൾ കൂടുതൽ വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഒരാളുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ അയാളുടെ സുവിശേഷ പ്രഘോഷണമാണ്. ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിങ്ങനെ നമ്മൾ സംസാരിക്കുന്നത് മാത്രമല്ല. ഫ്രാൻസിസ് അസീസി ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്, പ്രീച്ച് ദ ഗോസ്പൽ ഓൾവേസ്, ഇഫ് നെസസറി യൂസ് ദ വേർഡ്സ്. എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട്
സുവിശേഷം പ്രസംഗിക്കേണ്ടത് ജീവിതം കൊണ്ടാണ്. ജീവിതമാണ് സംസാരിക്കേണ്ടത്. അപ്പം പോപ്പിന് രോഗം വന്നാൽ എന്താ പ്രശ്നം? കാരണം ഒരു രോഗാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ പുഞ്ചിരിയുടെ സുവിശേഷം ഈ ലോകത്തോട് അദ്ദേഹത്തിന് പ്രസംഗിക്കാനുണ്ട്. അതിന് അദ്ദേഹം രോഗബാധിതനായെങ്കിൽ എന്ത്? രോഗവും സൗഖ്യവും മാത്രം അല്ല ആത്മീയതയുടെ കാര്യം. അത് ആത്മീയതയിൽ ഏറ്റവും ചെറിയ കാര്യമാണ്. ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? മഹാവിശുദ്ധൻ. ഇദ്ദേഹം 44-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. രോഗാതുരനായ സമയത്ത് ഡോക്ടർ അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് അദ്ദേഹം ചോദിക്കുന്നു, ഇനി ഞാൻ എത്ര നാൾ ഈ ഭൂമിയിൽ കാണും? ഡോക്ടർ വലിയ വിഷമത്തോടെ പറഞ്ഞു, അടുത്തൊരു മാസം തികയ്ക്കുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് അദ്ദേഹം ഈ ഫ്രാൻസിസിനെ നോക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പറഞ്ഞു, സഹോദരി മരണമേ സ്വാഗതം. ഇതാണ് ആത്മീയത. ആത്മീയതയുടെ വാലിൽ കെട്ടി കളിക്കാൻ മാത്രമേ ഉള്ളൂ രോഗശാന്തി. അതിനെ മുഴുവൻ ആത്മീയതയുടെ ഉടലാക്കി മാറ്റണ്ട. രോഗശാന്തി മാത്രമല്ല കാര്യങ്ങൾ. സ്വന്തം രോഗം കൊണ്ട്, സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന പീഡനങ്ങൾ കൊണ്ട്, ദുഃഖങ്ങൾ കൊണ്ട്, തകർച്ചകൾ കൊണ്ടൊക്കെ ഈ ലോകത്തോട് സംസാരിക്കാനുണ്ട്. ഫ്രാൻസിസ് പാപ്പയുടെ രോഗാതുരമായ സമയത്തുള്ള പുഞ്ചിരിയാണ് ഈ ലോകത്തിന് നൽകിയ സുവിശേഷം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പോപ്പിന് എന്തുകൊണ്ട് രോഗം വന്നു എന്ന് ചോദിച്ചാൽ ഇതാണ്. പോപ്പിന് രോഗം വന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഏതൊരു രോഗിക്കും പ്രത്യാശയോടെ ജീവിക്കാമെന്ന് അദ്ദേഹം പുഞ്ചിരിച്ച് പ്രഘോഷിച്ചു. ബൈബിളിലൂടെ കടന്നു പോകുന്നവർക്ക് സ്വാഭാവികമായി തോന്നാവുന്ന ഒരു സംശയമുണ്ട്. സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ അടുത്തോട്ട് ചെന്ന എല്ലാ രോഗികളെയും ക്രിസ്തു സുഖപ്പെടുത്തി. അതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ കാണുന്നത് ചിലരെ അത്ഭുതകരമായ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ, ചിലർക്ക് ആശുപത്രികളിലൂടെ, പല വഴികളിലൂടെ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് സുവിശേഷത്തിൽ യേശു എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയത്? അതുകൂടെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ യേശു ക്രിസ്തുവിന്റെ അടുത്ത് ചെന്ന എല്ലാവരും സുഖപ്പെട്ടു. അതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഒന്നുകൂടെ നോക്കിയാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ രോഗശാന്തി എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് ഇടപെടുന്നതിന്റെ കഥ പറയുന്ന ചില കാര്യങ്ങളാണ്. ദൈവസ്നേഹം എങ്ങനെയാണ്? അതിന് ചില ടൂൾസ് ആവശ്യമാണ്. നമ്മൾ ഒരാളോടുള്ള സ്നേഹം പറയുന്ന അയാളുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടാണ്. ഈ ഗിഫ്റ്റ് പറയുന്നത് ഗിഫ്റ്റിനെ കുറിച്ച് എന്നതിനേക്കാൾ സ്നേഹത്തെ കുറിച്ചാണ്. നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുത്ത എല്ലാ കാര്യങ്ങളും ആ കാര്യത്തെക്കുറിച്ച്, ചെയ്ത കാര്യത്തെ എന്നതിനേക്കാൾ കുറിച്ച് അയാൾ ഈ മനുഷ്യനുമായി ഇവർ തമ്മിൽ എന്ത് സ്നേഹത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. ആ പശ്ചാത്തലത്തിൽ നോക്കിയാൽ യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെന്ന എല്ലാ രോഗികളും സുഖപ്പെട്ടു എന്ന ഒറ്റ വരിയിലല്ല, മറിച്ച് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു രോഗിയെ തൊട്ടതുപോലെ ഈശോ മറ്റൊരു രോഗിയെ തൊട്ടിട്ടില്ല എന്ന് പറയുന്നൊരു സംഭവമാണ്. ഒരു അന്ധനോട് ഈശോ പറഞ്ഞു, നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ. ഇത് കേട്ട് മറ്റൊരു അന്ധനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അയാൾ കേട്ടത് നിലത്ത് തുപ്പുന്ന ഒരു സ്വരമാണ്. നിലത്ത് തുപ്പി ചെളി കുഴച്ച് യേശു കണ്ണുകളിൽ തേച്ചു എന്നുള്ളതാണ്. അയാൾക്കൊരിക്കലും അത് സൗഖ്യത്തിന്റെ അനുഭവമല്ല. മാത്രമല്ല കണ്ണിൽ മണലുരസി നോക്കുന്നു. ക്രിസ്തു അയാളോട് പറഞ്ഞു, സീലോഹായിൽ പോയി കഴുകുക. ക്രിസ്തു സുഖപ്പെടുത്തിയില്ല. സീലോഹ വരെ നടന്നുപോയി കഴുകിയപ്പോൾ അയാൾക്ക് സൗഖ്യം കിട്ടി. എന്ന് പറഞ്ഞാൽ അയാളെ തികച്ചും വ്യത്യസ്തമായ തരത്തിൽ പോയ വഴിയിലൊക്കെ അയാൾ ക്രിസ്തുവിനെ ശപിക്കുന്നുണ്ടാകാം. പക്ഷെ ആ കാഴ്ചയുടെ സമയത്ത് അയാൾക്ക് മനസ്സിലായി, ഈ ശാപത്തിലൂടെ ശപിച്ചുകൊണ്ട് നടന്ന ഓരോ ചുവടും സ്നേഹമായിരുന്നത് പിന്നീട് മനസ്സിലായി. രണ്ടു തരത്തിൽ സുഖപ്പെടുത്തി. ഒരു സീറോ ഫിനിഷ്യൻ സ്ത്രീയോട് പിറകെ നടന്ന് ചോദിച്ച് കുറെ നേരങ്ങൾക്ക് ശേഷം സൗഖ്യം കൊടുത്തു. പക്ഷെ മറ്റൊരു സ്ത്രീ പിന്നിലൂടെ വന്ന് വസ്ത്രവിളിമ്പിൽ തൊട്ടപ്പോൾ സൗഖ്യം കിട്ടി. ഒരു കൂനിപ്പോയ സ്ത്രീ, അവൾ ചോദിച്ചില്ല, അവളുടെ അടുക്കലേക്ക് ഈശോ ചെന്ന് നിവർന്നു നിൽക്കാൻ പറഞ്ഞു. അവൾ നിവർന്നു നിന്നു. അത് മറ്റൊരു കാരണമായിരിക്കാം. ഈ സ്ത്രീ ആകാശം കണ്ടിട്ടില്ല, മരച്ചില്ലകൾ കണ്ടിട്ടില്ല, മഴ പെയ്യുന്നത് കണ്ടിട്ടില്ല, ക്രിസ്തുവിന്റെ മുഖം കണ്ടിട്ടില്ല, ചെളിവെള്ളവും ഇഴജന്തുക്കളും മാത്രം. അങ്ങനെ ഒരു സ്ത്രീക്ക് ചോദിക്കാനേ അറിയില്ല. അങ്ങനെ ഒരാളെ കണ്ടപ്പോൾ ചോദിക്കണമെന്ന് പോലും വിചാരിച്ചില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. 10 കുഷ്ഠരോഗികൾ അങ്ങ് അകലെ നിന്ന് ചോദിച്ചു, ഞങ്ങളെ സുഖപ്പെടുത്തണമെന്ന്. അങ്ങ് വിദൂരത്ത് നിന്ന് ഈശോ പറഞ്ഞു, പൊയ്ക്കൊള്ളുക. അവർക്ക് സൗഖ്യം കിട്ടിയില്ല. പിന്നീട് ബൈബിൾ എഴുതുന്നു, പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു.
ചുരുക്കത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ ബൈബിൾ പറയുന്നത് ഒരു രോഗിയെയും ഒരുപോലെ ക്രിസ്തു സുഖപ്പെടുത്തിയിട്ടില്ല. അവരുടെ ജീവിത യാത്രകളിൽ സുഖപ്പെട്ടവരുണ്ട്, കുറെ യാത്രകൾക്ക് ശേഷം സുഖപ്പെട്ടവരുണ്ട്. എന്ന് പറഞ്ഞാൽ ബൈബിൾ രോഗശാന്തിയുടെ കാര്യം പറയുമ്പോൾ രോഗത്തിലേക്ക് അതിനെ ചുരുക്കരുത്. ദൈവസ്നേഹത്തിന് അസംഖ്യം വഴികളുണ്ട്. 100 കോടി മനുഷ്യരോട് 100 കോടി തരത്തിൽ ദൈവം ഇടപെടുന്നു. അതുകൊണ്ടാണ് ഒന്നിനും നമുക്ക് ഉത്തരവില്ലാത്തത്. ഓരോന്നും ഓരോരുത്തരുടെ വിഷയമായി മാറുന്നു, ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ട ഒന്നായിട്ട് മാറും. അപ്പോ ബൈബിളിൽ എല്ലാവരെയും സുഖപ്പെടുത്തി എന്നതുകൊണ്ടും എന്തുകൊണ്ട് എല്ലാവരും സുഖപ്പെട്ടില്ല എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ബൈബിൾ പറയുന്നത് എല്ലാവരും സുഖപ്പെട്ട കഥയല്ല, മറിച്ച് ഓരോരുത്തരെയും ഓരോ തരത്തിൽ തികച്ചും വ്യത്യസ്തമായ മാർഗത്തിൽ ക്രിസ്തു സ്പർശിക്കുന്നു എന്നാണ്. അങ്ങനെ അസംഖ്യം കാര്യങ്ങൾ ഇതിൽ മറഞ്ഞു കിടക്കും. അപ്പൊ നമുക്ക് രോഗശാന്തികളെ കുറിച്ചുള്ള ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. പുതിയ ചർച്ചകളുമായിട്ട് നമുക്ക് തുടരാം. നന്ദി.